മെഡിക്കൽ കോളേജ് തകരുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ചോർച്ച വരുന്നത് മരുന്നില്ലാതാകുന്നത് ഇതിനെല്ലാത്തിനും കാരണക്കാർ സാധാരണപ്പെട്ട അവിടെ രോഗികളായിട്ട് ചെല്ലുന്ന ജനങ്ങളാണ്. ജനങ്ങളിത് കേൾക്കണം, ജനങ്ങളിത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ജനങ്ങളാണല്ലോ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. മുഖ്യമന്ത്രിമാരെയും ബാക്കി മന്ത്രിമാരെയും വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. സർക്കാരിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ബിവറേജിൽ പോയി ക്യൂ നിന്ന് ഇരട്ടി കാശിന് മദ്യം വാങ്ങിച്ച് കുടിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നില്ലേ? ബാക്കി മന്ത്രിമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നില്ലേ? ഇന്ന് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങളും ഉത്തരവാദി തന്നെയാണ്. അപ്പൊ നമ്മൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പിഴിഞ്ഞൂറ്റി വരാൻ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. മന്ത്രിമാരെല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നതിൽ അതിലും അവരെ തെറ്റി പറയാൻ സാധിക്കില്ല. അവരും ജനപ്രതിനിധികളാണല്ലോ, അവർക്ക് നല്ല ചികിത്സ വേണമല്ലോ. ആരോഗ്യ മേഖലയിൽ നമ്പർ 1, ആശുപത്രികളിൽ നമ്പർ 1, മരുന്നുകളിൽ നമ്പർ 1, ഡോക്ടർമാരിൽ നമ്പർ 1. ചിലപ്പോൾ ഒരു രോഗി ഒരു കെട്ടിടം ഇടിഞ്ഞു ചിലപ്പോൾ ഒന്ന് മരിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോഗ്യ മേഖല ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ വീണ ജോർജിനെ അവിടെ ആ ഒരു സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്? കൊച്ചു കൊച്ചു അബദ്ധങ്ങൾ ആർക്കാണ് പറ്റാത്തത്? നമ്മുടെ ആരോഗ്യമന്ത്രിക്കും കൊച്ചു കൊച്ചു വീഴ്ചകൾ പറ്റും. കടമെടുത്തെങ്കിൽ മാത്രമേ സർക്കാരിന് ജീവിക്കാൻ പറ്റൂ. ഈ സർക്കാരിന്റെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ? ആരോഗ്യ മേഖലയിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ വീഴ്ചകൾക്കും ഉത്തരവാദികൾ ജനങ്ങളാണ്. ജനങ്ങളാണ് ആരോഗ്യ മേഖലയെ സംരക്ഷിച്ചു നിൽക്കേണ്ടത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാരണമാണ് ഈ മെഡിക്കൽ കോളേജ് തകരുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ചോർച്ച വരുന്നത് മരുന്നില്ലാതാകുന്നത് ഇതിനെല്ലാത്തിനും കാരണക്കാർ സാധാരണപ്പെട്ട അവിടെ രോഗികളായിട്ട് ചെല്ലുന്ന ജനങ്ങളാണ്. തികച്ചും സത്യമായിട്ടുള്ള കാര്യമാണ്. സാധാരണപ്പെട്ടവനാണ് ഇതിന് മൊത്തം ഉത്തരവാദി. ആശുപത്രി പൊളിഞ്ഞു പോകുന്നതിനും ആശുപത്രിയിൽ മരുന്നില്ലാത്തതിനും ആശുപത്രിയിലെ ഡോക്ടർമാർ നേരെ കുത്തിവെക്കാത്തതിനും ഇതിനെല്ലാം കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. കാരണം എന്താ? ജനങ്ങളാണല്ലോ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നതുകൊണ്ടല്ലേ ഇവരൊക്കെ ആരോഗ്യമന്ത്രി ആവുന്നത്. അപ്പൊ ആ ജനങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ജനങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ. 5 വർഷം കൂടുമ്പോൾ ഇവർ വോട്ട് ചെയ്യാൻ പോകുമല്ലോ. അപ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പം ആരോഗ്യമന്ത്രി ആരാണെന്നൊന്നും ആ സമയത്ത് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഇവർ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ കൃത്യമായി അവരുടെ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് ഇന്ന് ഈ കുറ്റം കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു. അപ്പൊ CPM-കാർ തന്നെയാണല്ലോ പറയുന്നത് ജനങ്ങളാണ് ഇതിനെല്ലാം ഉത്തരവാദി, അല്ലെങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ജനങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ജനങ്ങളിത് കേൾക്കണം, ജനങ്ങളിത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾ ഇത് കേട്ട് ഇതിന്റെ അപ്പുറം കേൾക്കണമെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിലേക്ക് പോകാം. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? പേഴ്സണൽ പൈസയിലാണോ? അല്ല, ജനങ്ങൾ കാശിലാണ് പോകുന്നത്. അപ്പം മുഖ്യമന്ത്രിമാരെയും ബാക്കി മന്ത്രിമാരെയും വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അല്ല, മുഖ്യമന്ത്രി നാട്ടിലെ ജനപ്രതിനിധികളെല്ലാം നാടിന്റെ ഭാഗമല്ലേ? അവർക്ക് നല്ല ചികിത്സയ്ക്ക് വേണ്ടിയാണ് അവരെ പുറം രാജ്യങ്ങളിൽ പോയി ചികിത്സയ്ക്ക് പോകുന്നത് എന്നാണ് LDF കൺവീനർ ആയിട്ടുള്ള TP രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. നല്ല കാര്യമല്ലേ? ജനങ്ങളുടെ കാശിന് നമ്മുടെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ ചികിത്സിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാനം മറ്റെന്താണുള്ളത്? നമ്മുടെ മുഖ്യമന്ത്രിയെ നമ്മുടെ പൈസയ്ക്ക് നമ്മൾ അമേരിക്കയിൽ കൊണ്ടുപോയി നമ്മൾ ചികിത്സിപ്പിക്കുന്നു. അതിലും വലിയ അഭിമാനം എന്താണ് നമുക്കുള്ളത്? അതും നമ്മുടെ ജീവൻ പോലും പണയം വെച്ച്. നമ്മൾ ദിനം പ്രതി ഉണ്ടാക്കുന്ന കാശിൽ നിന്നും നല്ലൊരു തുക GST മറ്റു കാര്യങ്ങളുമായിട്ട് നികുതി പണം നല്ല രീതിയിൽ സർക്കാരിലേക്ക് കൊടുത്ത്, അല്ലെങ്കിൽ മദ്യം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്ന് മദ്യം വാങ്ങിച്ച്, അതും എത്ര രൂപയ്ക്കാണ്? ഇരട്ടി പൈസ കൊടുത്ത് മദ്യം വാങ്ങിച്ച് ആ മദ്യത്തിന്റെ നികുതി മൊത്തം സർക്കാരിലേക്കാണ് കൊടുക്കുന്നത്. സർക്കാരിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ബിവറേജിൽ പോയി ക്യൂ നിന്ന് ഇരട്ടി കാശിന് മദ്യം വാങ്ങിച്ച് കുടിക്കുന്നത്. ഇതിനാണ് സർക്കാരിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ജനങ്ങൾ ലോട്ടറി എടുക്കുന്നത്? സർക്കാരിന് വേണ്ടിയിട്ടാണ്. സർക്കാർ നല്ല രീതിയിൽ വരാനും സർക്കാരിന് പുരോഗതി ഉണ്ടാകാനും മുഖ്യമന്ത്രിയെ പോലുള്ള ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്താനും ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ജനങ്ങൾ അവരുടെ ജീവിതം മുഴുവൻ ഈ സർക്കാരിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ സർക്കാരിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നില്ലേ? ബാക്കി മന്ത്രിമാർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയുന്നില്ലേ? നമ്മുടെ മുഹമ്മദ് റിയാസിന് റീൽസ് എടുത്ത് കളിക്കാനുള്ള സമയമില്ലേ? അവ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ സർക്കാരിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് ജനങ്ങളുടെ തീരുമാനമാണ്. അവരെടുത്ത തീരുമാനത്തിന്റേതാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയാം. അതെ, അവരെടുത്ത തീരുമാനമാണ് അവർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് ഈ ജനങ്ങൾ. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഉത്തരവാദിയാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് ആരോഗ്യ മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങളും ഉത്തരവാദി തന്നെയാണ്. ഇപ്പൊ പിണറായി വിജയൻ അദ്ദേഹത്തിന് നല്ല ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. ജനങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ജനങ്ങൾക്ക് ആർക്കും നല്ല ചികിത്സ വേണ്ടെന്നാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിലും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലുള്ള ആശുപത്രികളിലുള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നുകൂടാ? നമ്മുടെ ചികിത്സയ്ക്ക് നമുക്ക് വിദേശ രാജ്യത്ത് പോകാൻ അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം കാശ് വേണം, അല്ലെങ്കിൽ നമുക്ക് നികുതി പണം തരാനോ നമ്മുടെ നാട്ടിൽ മറ്റാരും നമുക്ക് നികുതി പണം തരത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് തന്നെങ്കിലേ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം കാശ് വേണം.
മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ ഈ സംസ്ഥാനത്തിന്റെ പ്രതിനിധികളാണ്. ഈ സംസ്ഥാനത്തിന്റെ ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ സംസ്ഥാനത്തിന്റെ അധികാരികളാണ്. അപ്പം അവരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പിഴിഞ്ഞൂറ്റി വരാൻ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. ആ പൈസ കൊണ്ട് അവർ കൃത്യമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ചികിത്സ നടത്തി അവരുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ പറയുന്നതനുസരിച്ച് ഈ പറയുന്ന മന്ത്രിമാരെല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നതിൽ അതിലും അവരെ തെറ്റി പറയാൻ സാധിക്കില്ല. അവരും ജനപ്രതിനിധികളാണല്ലോ, അവർക്ക് നല്ല ചികിത്സ വേണമല്ലോ. നമ്പർ 1 കേരളമല്ലേ? നമ്പർ 1 കേരളം. ആരോഗ്യ മേഖലയിൽ നമ്പർ 1, ആശുപത്രികളിൽ നമ്പർ 1, മരുന്നുകളിൽ നമ്പർ 1, ഡോക്ടർമാരിൽ നമ്പർ 1, ഇങ്ങനെ എല്ലാത്തിലും നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് കുഴപ്പം? നമുക്ക് സർക്കാർ ആശുപത്രി പോയാൽ എന്താണ് കുഴപ്പം? നമ്മൾ നമ്പർ 1 ആണ്. നമ്പർ 1 ആയ ആശുപത്രി പോയാൽ നമുക്കെന്ത് കുഴപ്പം? അപ്പൊ ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഒരു രോഗി ഒരു കെട്ടിടം ഇടിഞ്ഞു ചിലപ്പോ ഒന്ന് മരിച്ചേക്കാം, അല്ലെങ്കിൽ മരുന്ന് കിട്ടാതെ ചിലപ്പോൾ ഒരു രോഗി മരിച്ചേക്കാം, ചിലപ്പോൾ മരുന്ന് മാറി ഒരു രോഗി മരിച്ചു പോയേക്കാം, ചിലപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് കയ്യിൽ സർജറി ചെയ്യേണ്ട ആളുടെ കാലിൽ സർജറി ചെയ്തേക്കാം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു മാറ്റങ്ങൾ അല്ലാതെ മറ്റെന്താണ് സംഭവിക്കുന്നത്? എന്താണ് കുഴപ്പമുള്ളത്? പിന്നെ ചിലപ്പോൾ ആശുപത്രിയിലെ ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോലുള്ള ആശുപത്രിയിലെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്ന് മൂക്ക് പൊത്തേണ്ടി വരും. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുമില്ല. ഇതൊന്നും ഒരു വിഷയമല്ലല്ലോ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചു. പിന്നെ മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ള ആശുപത്രിയിലും പോയി കഴിഞ്ഞാൽ ബെഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തറയിൽ എവിടെയെങ്കിലും ഒക്കെ സുഖമായിട്ട് വിശാലമായിട്ടുള്ള ഹാള് കിടക്കുവാണ്, തറകൾ കിടക്കുകയാണ്. അപ്പൊ തറയിലൊക്കെ നമുക്ക് പാവരിച്ചോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത തറയിൽ ഇങ്ങനെ കിടക്കാം. തറയിലൊക്കെ നമുക്ക് ട്യൂബ് ഇട്ട് അപ്പൊ കൃത്യമായിട്ട് കൺവീനർ പറഞ്ഞതനുസരിച്ച് ജനങ്ങളുടെ കുറ്റമാണ്. ഓക്കെ, ജനങ്ങൾ അത് ഏറ്റെടുക്കാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആരോഗ്യ മേഖല, ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞ വീണ ജോർജിനെ അവിടെ ആ ഒരു സ്ഥാനത്തിരുത്തിയിരിക്കുന്നത്? എന്താണെങ്കിലും നമ്മള് പൈസ കൊടുക്കുന്നു. അപ്പോൾ ഒരു ആരോഗ്യമന്ത്രിക്ക് കൂടെ നമ്മൾ നികുതി പണത്തിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും അവർ നമ്മുടെ ആരോഗ്യമന്ത്രിയാണല്ലോ. നമ്മളൊരിക്കലും തള്ളിക്കളയൊന്നും ചെയ്യരുത്. കൊച്ചു കൊച്ചു അബദ്ധങ്ങൾ ആർക്കാണ് പറ്റാത്തത്? നമ്മുടെ ആരോഗ്യമന്ത്രിക്കും കൊച്ചു കൊച്ചു വീഴ്ചകൾ പറ്റി. ഈ സിസ്റ്റത്തെ ഒന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സിസ്റ്റത്തെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനോ കുറച്ച് ബുദ്ധിമുട്ടുകൾ പറ്റി. സമയം ഉണ്ടായില്ല. സമയം ഉണ്ടായത് മാത്രമല്ല, കുറച്ച് ബുദ്ധിമുട്ടുകൾ പറ്റി. പിന്നെ എന്തോ ചെയ്യണം? സർക്കാരിന്റെ കാശില്ല. അപ്പൊ ആരോഗ്യമന്ത്രിക്ക് എന്തോ ചെയ്യാൻ പറ്റും? പിണറായി വിജയനോട് മുഖ്യമന്ത്രി എനിക്ക് ആരോഗ്യ മേഖലയിൽ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഒന്നും കൂടെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ പിണറായി വിജയന്റെ എവിടെയാണ് കാശ്? അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് പോലും പൈസ തികയുന്നില്ല. അതെ, ഈ മദ്യം വിൽക്കുന്നതും ലോട്ടറി വിൽക്കുന്നതും കാശ് എടുത്തിട്ടല്ലേ ഇവര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ബാക്കി എവിടുന്നാണ് കാശ്? പിന്നീട് കാശ് വേണമെങ്കിൽ എവിടെന്നെങ്കിലും കടമെടുത്തെങ്കിൽ മാത്രമേ സർക്കാരിന് ജീവിക്കാൻ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ സമരവുമായിട്ട് ഇറങ്ങും. അപ്പൊ അവർക്ക് കാശ് കൊടുക്കണ്ടേ? ഇപ്പം പെൻഷൻ കിട്ടുന്നത്, പെൻഷനുമായിട്ട് ഓരോരുത്തർ സമരത്തിന് ഇറങ്ങുമ്പോഴത്തേക്കും എവിടുന്നെങ്കിലും കാശുണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പൊ അവര് വീണ്ടും കടമെടുക്കുന്നു, ആ കാശ് കൊടുത്തു തീർക്കുന്നു. ആ കാശ് കൊടുത്തു തീർക്കുമ്പോഴത്തേക്കും അടുത്ത ആളുകൾ സമരമായിട്ട് വരുന്നു, നമ്മുടെ ആശാ വർക്കർമാർ. അപ്പൊ അവർക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പൊ ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കെല്ലാം പൈസ കൊടുക്കാൻ വേണ്ടി സർക്കാർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തും എല്ലാം കടം വാങ്ങുകയാണ്. ഈ സർക്കാരിന്റെ കഷ്ടപ്പാട് നമ്മൾ കാണണ്ടേ? ഖജനാവിൽ 1 രൂപ കാശില്ലാതെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തും കഷ്ടപ്പെട്ട് കടം വാങ്ങി സാധാരണപ്പെട്ടവന്റെ പൈസ കൊടുക്കാൻ വേണ്ടി സർക്കാർ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പാടുകൾ നമ്മളോട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി എനിക്ക് തോന്നുന്നു നമ്മൾ അതൊക്കെ മനസ്സിലാക്കി പെൻഷന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആശാ വർക്കർമാരാണെങ്കിലും നമ്മൾ പെൻഷൻ ചോദിക്കരുത്. പക്ഷെ സർക്കാർ പലതും വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇപ്പം ക്ഷേമനിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സാധാരണപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവർ അങ്ങോട്ട് അടയ്ക്കുന്ന പൈസയാണ്. അത് ക്ഷേമനിധി ആയിട്ട് 1 രൂപ അവർ പെൻഷൻ ആകുമ്പോൾ വന്നുകൊണ്ടിരുന്ന കാശാണ്. അതിന്റെ കൂട്ടത്തിൽ വാർദ്ധക്യ പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെൻഷനുകളോ സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ക്ഷേമനിധി വാങ്ങിക്കുന്നവർക്ക് എന്തിനാണ് സർക്കാരിന്റെ പെൻഷൻ? അതുകൊണ്ട് ക്ഷേമനിധി പെൻഷൻ ഉള്ളവർക്ക് സാധാ പെൻഷൻ വെട്ടിക്കുറച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേമനിധി പെൻഷന്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്തൊക്കെ 3-4 ഒക്കെ പെൻഷൻ ഓരോ ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നേ. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? 3-4 പെൻഷനൊക്കെ ഓരോ ആളുകൾ വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 300 ആയിരിക്കാം, 1000 ആയിരിക്കാം, 500 ആയിരിക്കാം, 600 ആയിരിക്കാം. പിണറായി സർക്കാർ എന്തോ ചെയ്ത് ഇതെല്ലാം വെട്ടിക്കുറച്ചിട്ട് ഒറ്റ പെൻഷനാക്കി 1000 രൂപ കൂട്ടി. മറ്റേത് 1600 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നവരുണ്ട്, 1200 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നവരുണ്ട്, 600 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നവരുണ്ട്, 500 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാം കൂടെ ഏകീകരിച്ചു. ഈ 1600 കിട്ടിയനോ 1000 കിട്ടി, 600 കിട്ടിയനോ 1000 കിട്ടി. അങ്ങനെ എല്ലാം കൂടെ ഏകീകരിച്ചപ്പോ എല്ലാവർക്കും സന്തോഷമായി. എല്ലാരെയും ഏകപക്ഷീയമായി കാണാൻ സർക്കാർ പഠിച്ചു. സർക്കാർ ബാക്കിയെല്ലാം വെട്ടിക്കുറച്ചു. സർക്കാർ എല്ലാവർക്കും 1000 രൂപ വെച്ചു. ഓക്കെ, ഇനിയും സർക്കാർ പറഞ്ഞത് ഞങ്ങൾ 1200 രൂപ ഇഷ്യയില്ലല്ലോ.
ക്ഷേമനിധി കൂടെ വെട്ടിക്കുറച്ചപ്പോൾ അവർക്ക് പിന്നെ ക്ഷേമനിധി കൊടുത്തുകൊണ്ടിരുന്ന ആളുകളുടെ പെൻഷൻ കൂടെ വെട്ടിക്കുറച്ചപ്പോൾ പിന്നെ അവർക്ക് പൈസ ഉണ്ടല്ലോ ബാക്കി. അപ്പൊ അതിന് ബാക്കിയുള്ള ആളുകൾക്ക് 1200 കൊടുക്കാം. അപ്പൊ സർക്കാരിന് സന്തോഷം. ഇത് വാങ്ങിക്കുന്ന 600 രൂപയിൽ കിടന്ന ആളുകൾക്ക് 1200 രൂപയാകുമ്പോൾ അതൊരു സന്തോഷം. അപ്പൊ അവരുടെ സന്തോഷമാണല്ലോ നോക്കേണ്ടത്. അപ്പൊ ബാക്കി ക്ഷേമനിധി അവരൊന്നും മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. അവർക്കൊക്കെ എന്തിനാണ് പെൻഷൻ? ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നില്ലേ? ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് കുറെ പൈസ അവർ ക്ഷേമനിധിയിലേക്ക് അടയ്ക്കുന്നു. ആ പൈസ പെൻഷൻ ആകുമ്പോൾ ക്ഷേമനിധി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് സർക്കാരിന്റെ പെൻഷൻ? അവിടെ സർക്കാർ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ആവശ്യമില്ല. ഇനിയിപ്പോ ജനങ്ങളുടെ ഭാഗത്തുള്ള ഈ തെറ്റ് ജനങ്ങൾ തിരുത്തേണ്ടത് അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. എന്തിനാണ് ഈ തെറ്റി തിരുത്തുന്നത്? ജനങ്ങൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഇപ്പൊ ആരോഗ്യ മേഖല ഉണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിൽ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ പൈസയില്ല. എന്തുകൊണ്ടാ? സർക്കാരിന്റെ കാശില്ല. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായിട്ട് ഒരാൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവർ കാർഡ് നോക്കിയിട്ട് ഇതിൽ വിഷയങ്ങളുണ്ട് കേട്ടോ, കാശില്ല കാർഡിൽ. പിന്നെ അല്ലെങ്കിൽ നിങ്ങളൊരു 1000 രൂപ അല്ലെങ്കിൽ 5000 ഞങ്ങളൊരു 5000 നിങ്ങളതാ എന്നാൽ നമുക്ക് ഓപ്പറേഷൻ നടത്താം. അപ്പൊ 10000 രൂപയാണ് ഒരു ഓപ്പറേഷൻ. അപ്പം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായിട്ട് പോവുകയാണ്. ഒരു സാധാരണക്കാരന്റെ വിചാരം എന്താണ്? 10000 രൂപയല്ലേ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നിന്ന് പൊക്കോളും, 5 ലക്ഷം രൂപ വരെ ഒരു വർഷത്തേക്കിനില്ലേ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? 5000 രൂപ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 5000 രൂപ ഞങ്ങളും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻ നടത്തിയേക്കാം. എന്താണ് ഇതിനകത്തൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ സർക്കാരിൽ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കപ്പൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് ഈ കപ്പലൊന്ന് ആടി ഉലഞ്ഞ് വീണ് പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇതിന് മുഴുവൻ ഉത്തരവാദികൾ. അവര് ഇത് അനുഭവിച്ചേ തീരത്തുള്ളൂ.